മനസ്സിലാക്കി ഈ എക്സ്റേ റീഡിംഗ് ടെക്നിക്സ് പഠിക്കുന്നത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയി വരുന്ന എക്സ്റേകൾ മനസ്സിലാക്കാനും അതിൽ നിന്ന് കൃത്യമായിട്ട് ഡയഗ്നോസിസ് നടത്താൻ വേണ്ടിയും പ്രയോജനപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യമായിട്ട് എന്താണ് ഈ എക്സ്റേ, എന്താണ് CT സ്കാൻ, എന്താണ് MRI സ്കാൻ, ഇതിനെപ്പറ്റിയൊക്കെ നമുക്കൊന്ന് പഠിക്കാം. അപ്പം ഞാനൊരു കഥ പറയുകയാണ്. ഇപ്പം നിങ്ങൾ സപ്പോസ് എൻ്റെ ഒരു ക്ലാസ്സിലിരിക്കുകയാണ്, ഓഫ്ലൈൻ ക്ലാസ്സിലിരിക്കുകയാണെന്ന് കരുതുക. രാവിലെ 8 മണിയായപ്പോൾ നിങ്ങൾ എൻ്റെ ക്ലാസ്സിനെത്തിയപ്പോൾ ക്ലാസ്സിൽ കയറി കഴിഞ്ഞപ്പോൾ അമ്മയുടെ ഒരു കോള് വരുന്നു. എന്താ സംഭവം എന്ന് അന്വേഷിച്ചപ്പോൾ അമ്മ ചോദിക്കുകയാണ്, വീട്ടിൽ ഫ്രിഡ്ജിൽ കുറച്ച് ബ്രെഡ് ഇരിക്കുന്നു, ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി പിള്ളേർ ബ്രെഡ് ആവശ്യപ്പെടുന്നുണ്ട്, കൊടുക്കാമോ അല്ലയോ? അപ്പോൾ അങ്ങനൊരു ചോദ്യം കേട്ടപ്പോൾ നിങ്ങൾക്കൊരു സംശയം, ബ്രെഡ് മേടിച്ചിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ അതിനി പൂപ്പല് വല്ലതും പിടിച്ചിട്ടുണ്ടാവുമോ, എന്തെങ്കിലും പ്രശ്നം പറ്റിയിട്ടുണ്ടാവുമോ, കൊടുത്താൽ എന്തെങ്കിലും പ്രശ്നം പറ്റുമോ? അപ്പോൾ അതൊന്ന് അസസ് ചെയ്യാൻ നിങ്ങൾ തീരുമാനിക്കുന്നു. അപ്പോൾ അമ്മയോട് പറയുന്നു, ഈ ബ്രെഡിൻ്റെ ഒരു ഫോട്ടോ ഇനി അയക്കാൻ പറയുന്നു. അപ്പോൾ അമ്മ ആ ബ്രെഡ് എടുത്ത് കവർ പൊട്ടിച്ച് ഒരു ജനറലായിട്ടുള്ള ഒരു ഫോട്ടോ ഇനി അയച്ചു. അപ്പോൾ നിങ്ങളിങ്ങനെ നോക്കുന്ന സമയത്ത് ബ്രെഡിൻ്റെ പുറം കാണാൻ പറ്റുന്നുണ്ട്, പക്ഷേ അകത്തെ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ആക്ച്വലി ഒരു 2 ഡയമെൻഷണൽ ഇമേജ് ആണ് നമ്മുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്, ഒരു ഫോട്ടോ. അതിനകത്ത് ആ പുറമേ ഉള്ള കാര്യങ്ങൾ കാണാം, അതേ ആംഗിൾ തന്നെ അപ്പർ വിഡ്ത്തിലുള്ള കാര്യങ്ങളും കാണാം. ആക്ച്വലി ഇതാണ് യഥാർത്ഥത്തിൽ എക്സ്റേ എന്ന് പറയുന്നത്. നമ്മൾ ചെസ്സിനെ ബന്ധപ്പെട്ട് ഒരു എക്സ്റേ എടുക്കുന്നു എന്ന് പറയുമ്പോൾ ആക്ച്വലി ഒരു ഫോട്ടോഗ്രാഫിക്ക് തുല്യമായിട്ടുള്ള ഒരു 2 ഡയമെൻഷണൽ ഇമേജ് ആണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. അതിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്കൊരു സമാധാനം കിട്ടുന്നില്ല. ഈ ഒരു 2 ആംഗിളിൽ മാത്രം നോക്കിയിട്ട് നമുക്ക് പൂർണ്ണമായിട്ടും ഇതിനകത്ത് പൂപ്പലില്ല, അമ്മയോട് അത് കുട്ടിക്ക് കൊടുത്തേക്ക് എന്ന് പറയാനൊരു ഉറപ്പ് കിട്ടുന്നില്ല. അപ്പോൾ അമ്മയോട് നമ്മൾ പറയുകയാണ്, അമ്മേ അതിനകത്ത് അത് കുറേ പീസായിട്ടല്ലേ ഇരിക്കുന്നത്, ഓരോ പീസും എടുത്തതിന് ശേഷം അതിൻ്റെ അപ്പുറവും ഇപ്പുറവും ഒന്ന് ഫോട്ടോ അയക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അമ്മ ഓരോ പീസ് എടുക്കുന്നു, അപ്പുറവും ഇപ്പുറവും ഓരോ ഫോട്ടോ എടുക്കുന്നു, അയക്കുന്നു. അങ്ങ് ഒരു 10 ഇമേജായിട്ട് 10 സ്ലൈസ് നമുക്ക് അയച്ചു തരുന്നു. നമ്മൾ പൂർണ്ണമായിട്ട് നോക്കുന്നു, സൂം ചെയ്ത് നോക്കുന്നു, കാര്യമായിട്ടൊന്നും കാണുന്നില്ല. നമ്മൾ ഏകദേശം ഉറപ്പിക്കുന്നു പൂപ്പൽ പിടിച്ചിട്ടില്ല. ഇതാണ് ഏകദേശം CT സ്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. CT ബ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെയിനെ ഒരു 10 16 പീസാക്കിയതിന് ശേഷം, ഇതേപോലെ സ്ലൈസ് ആക്കിയതിന് ശേഷം അതിൻ്റെ അപ്പുറവും ഇപ്പുറവും ഇമേജ് നമുക്ക് ഫോം ചെയ്ത് തരികയാണ്. അപ്പോൾ ഇത്തരത്തിലൊരു സ്ലൈസ് ആക്കി നമുക്ക് ഇമേജ് തരുമ്പോൾ ഉള്ള ഗുണം എന്താണ്? ഈ 16 സ്ലൈസിൽ എവിടെങ്കിലും എന്തെങ്കിലുമൊക്കെ ഡിഫക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എക്സ്റേ പോലെ ഒരു സിംഗിൾ ഇമേജ് കാണുന്ന പ്രതീതി അല്ല, കുറച്ചുകൂടെ ബെറ്റർ വിഷ്വലൈസേഷൻ പ്രൊവൈഡ് ചെയ്യും. എന്നിട്ടും ഒരു സമാധാനം വരുന്നില്ല. അപ്പോൾ അമ്മയോട് പറയുകയാണ്, അമ്മേ ഓരോ പീസ് എടുത്ത് വെച്ച് ഇനി ഒരു കട്ടിങ് കൂടി ആ നടുക്കൂടെ അങ്ങ് നടത്ത്. ആ കട്ടിങ് കൂടി നടത്തിയിട്ട് ആ കട്ട് ചെയ്യുന്ന പോർഷൻ ഉണ്ടല്ലോ, ഇതിൻ്റെ ഇത്തരത്തിലൊരു കട്ടിങ് ഇതെടുക്കുന്നു, ഈ രീതിയിലൊരു കട്ടിങ് അങ്ങ് നടത്ത്. അതിനുശേഷം ആ കട്ട് ചെയ്യുന്ന പോർഷൻ കൂടി കാണുന്ന രീതിയിൽ ഓരോ സ്ലൈസിൻ്റെയും 3 പിക്ചർ വീതം വയ്ക്കാൻ പറഞ്ഞു. ആക്ച്വലി ഇതാണ് MRI സ്കാൻ എന്ന് പറയുന്നത്. അവിടെ ഒരു തരത്തിലുള്ള ഹൊറിസോണ്ടൽ ഡിവിഷൻ കൂടി വരികയാണ്. അതിനുശേഷം അതിൻ്റെ ഇമേജ് കൂടി നമുക്ക് പ്രൊവൈഡ് ചെയ്യുകയാണ്. അപ്പോൾ ഒരു കംപ്ലീറ്റ് അനാലിസിസ് ആ ടിഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നടത്താൻ കഴിയുകയാണ്. ഇതിൽ സിമ്പിളായിട്ട് എക്സ്റേ എന്താണ്, CT എന്താണ്, MRI എന്താണ് എന്ന് പറയാൻ പറ്റില്ല. ധാരണ കിട്ടിയോ? പറഞ്ഞോളൂ. മനസ്സിലാക്കാൻ കഴിഞ്ഞോ? എന്താണ് എക്സ്റേ, എന്താണ് CT, എന്താണ് MRI? എന്തുകൊണ്ടാണ് ഓരോന്നിൻ്റെയും കേസിലേക്ക് വരുമ്പോൾ എക്സ്റേയിൽ കണ്ടെത്താൻ പറ്റാത്തത് CTക്കകത്ത് കണ്ടുപിടിക്കാൻ പറ്റുന്നു, CTക്കകത്ത് കണ്ടുപിടിക്കാൻ പറ്റാത്തത് നമുക്ക് MRI സ്കാനിനകത്ത് കണ്ടുപിടിക്കാൻ പറ്റുന്നു?
ഒരു CT ബ്രെയിൻ എടുത്താൽ പോലും മിസ്സായി പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പോസ്റ്റീരിയർ ഫോസ ട്യൂമേഴ്സ്, ഡീപ് ടിഷ്യൂ ഇഞ്ചുറീസ്, ഇൻഫ്രാടെൻഡോറി ലീഷൻസ്, ഇതൊന്നും നമുക്ക് CTക്കകത്ത് വ്യക്തമായിട്ട് കിട്ടില്ല. ചിലപ്പോൾ ഒരു സൂചന കിട്ടിയെന്നിരിക്കും. അപ്പോഴാണ് ഡോക്ടർ നോക്കിയതിന് ശേഷം ഒരു MRI സ്കാൻ കൂടി ചെയ്യണം, എങ്കിൽ മാത്രമേ നമുക്ക് കാര്യങ്ങൾ ഉറപ്പിക്കാൻ പറ്റൂ എന്ന് പറയുന്നത്. കാരണം അവിടെ ഒരു സൈസ് കൂടി കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ നമുക്കിവിടെ പറയാനുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ്റേ പറ്റിയാണ്. അപ്പോൾ എക്സ്റേയിലേക്ക് കടക്കാം. എക്സ്റേ ബന്ധപ്പെട്ട് പറയുവാണെങ്കിൽ ഇതൊരു ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനാണ്. ഇത് കണ്ടുപിടിച്ച റോൺസൺ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റാണ്. നമ്മൾ പഴയ ചെറിയ ക്ലാസ് തൊട്ട് പഠിക്കുന്ന ഒരു സംഭവം. ഒരു 3 ഡയമെൻഷണൽ ആയിട്ടുള്ള ഒരു ഓബ്ജക്റ്റിൻ്റെ ഹൈറ്റും അതേപോലെ തന്നെ ബ്രെഡ്ത്തും ലെങ്തും എല്ലാമുള്ള ഒരു 3 ഡയമെൻഷണൽ ആയിട്ടുള്ള ഒരു പിക്ചറിൻ്റെ അല്ലെങ്കിൽ ഒരു ഓബ്ജക്റ്റിൻ്റെ 2 ഡയമെൻഷണൽ റെപ്രസെൻറ്റേഷനാണ് യഥാർത്ഥത്തിൽ എക്സ്റേയിൽ നടക്കുന്നത്. അപ്പം നിങ്ങളെ ഇങ്ങനെ നേരിട്ട് നമ്മൾ കാണുന്നു, പകരം ഒരു ഫോട്ടോയിൽ കാണുന്നു. ഫോട്ടോയ്ക്കകത്ത് നമുക്ക് 2 കാര്യങ്ങളെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുള്ളൂ. തിക്നെസ്, നിങ്ങൾക്ക് എത്രമാത്രം തിക്നെസ് ഉണ്ട് എന്നുള്ള കാര്യം കൃത്യമായിട്ട് നമുക്കത് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. നീളവും വീതിയും കിട്ടും, പക്ഷെ തിക്നെസ് മിസ്സിങ് ആയിരിക്കും. അതുകൊണ്ടാണ് അതിനെ 2 ഡയമെൻഷണൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. അതാണ് ഇവിടെ വ്യക്തമായിട്ട് വളരെ കൃത്യമായിട്ട് നമ്മൾ ഡെപ്ത് ഈസ് ലോസ് എന്നുള്ള രീതിയിൽ പറയുന്നത്. ക്ലിയർ ആണോ? കാര്യം മനസ്സിലാകുന്നുണ്ടോ? ഇനി അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, എക്സ്റേക്കകത്ത് പല കാര്യങ്ങളും നമ്മൾ എങ്ങനെയാണ് വിസിബിൾ ആകുന്നത് എന്നുള്ളതാണ്. ഡെൻസിറ്റിയുടെ ബേസിലാണ് എക്സ്റേയുടെ വിസിബിലിറ്റി നമ്മൾ റീഡ് ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മൾ ചെസ്റ്റിൻ്റെ ഒരു എക്സ്റേ എടുത്തു കഴിഞ്ഞാൽ അവിടെ പലതരത്തിലുള്ള കാര്യങ്ങളുണ്ട്. ബോൺ ഉണ്ടാവും, അതേപോലെ തന്നെ എയർ ഉണ്ടാകാം, അതേപോലെ തന്നെ സോഫ്റ്റ് ടിഷ്യൂസ് ഉണ്ടാവാം, ന്യൂമോണിയ പോലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ സെക്രീഷൻസ് കളക്ട് ചെയ്ത് കിടക്കുന്നുണ്ടാവാം. ഇങ്ങനെ പല കാര്യങ്ങൾ ഒരു എക്സ്റേക്കകത്ത് അവൈലബിൾ ആണ്. ഇതെല്ലാം ഒരേ പോലെയല്ല കാണുന്നത്. അത് ഓരോന്നും അതിൻ്റെ ഡെൻസിറ്റി അനുസരിച്ചാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. അപ്പം ഇത് പഠിക്കാൻ വേണ്ടി നമുക്കിതാ ഈ ഒരു ഇമേജ് ഉപയോഗിക്കാം. ഇവിടെ ഇതൊരു എക്സ്റേ ആണ്. എക്സ്റേ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ബോൺ കാണുന്ന ഒരു അപ്പിയറൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ബോൺ ഏകദേശം ഒരു വൈറ്റ് ആയിട്ടാണ് കാണപ്പെടുന്നത്. ഡെൻസിറ്റി കൂടുതലുള്ള സംഭവങ്ങൾ കൂടുതൽ വൈറ്റ് ആയിട്ട് കാണും. ഡെൻസിറ്റി മീൻസ് കട്ടിയാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഡെൻസിറ്റി എന്ന് പറഞ്ഞ കൺസെപ്റ്റ് എന്താണെന്നറിയാമോ? ഇപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണം. ഇതാ ഒരു സ്പേസ്, ഒരു ചെറിയ സ്പേസ്, ഒരേ വെയിറ്റ് ഉള്ള 4 സാധനങ്ങൾ നമ്മൾ എടുക്കുവാന്നിരിക്കുക. ഒന്ന് ഇത്തരത്തിലുള്ള സോളിഡ് ആയിട്ടുള്ള ഒരു ബോൺ പീസാണ്. രണ്ടാമത്തത് എല്ലാം 10 ഗ്രാം വീതം എടുക്കുന്നതെന്ന് കരുതുക. 10 ഗ്രാം വീതമാണ് എടുക്കുന്നത്. അപ്പോൾ 10 ഗ്രാം ബോൺ പീസ് എടുത്തു, 10 ഗ്രാം വെള്ളം എടുത്തു, 10 ഗ്രാം ഫാറ്റ് എടുത്തു, 10 ഗ്രാം എയർ എടുത്തു. അതിനുശേഷം ഈ സ്പേസിലേക്ക്, ഈ കണ്ടെയ്നറിലേക്ക് ഇത് വെക്കാൻ ശ്രമിക്കുകയാണ്. 10 ഗ്രാം ബോൺ കൊണ്ടിട്ടു, ദാ ഇത്രയും സ്ഥലം കൊണ്ട് അത് ഒക്കുപ്പൈ ചെയ്തു. പക്ഷെ 10 ഗ്രാം വെള്ളം കൊണ്ടൊഴിക്കുമ്പോഴത്തേതാ ഇത്രയും സ്ഥലം വേണ്ടി വരും. അപ്പോൾ എന്താണ് ഇതിനകത്ത് ഈ ഡെൻസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അത് ഒക്കുപ്പൈ ചെയ്യുന്ന സ്പേസ് കൂടി വരിക. എപ്പോഴാ? ഡെൻസിറ്റി കുറയുന്നതനുസരിച്ച്, അതിൻ്റെ കട്ടി കുറയുന്നതനുസരിച്ച്. സോളിഡ് ഓബ്ജക്റ്റ് ഒരു കോർണറിലേക്ക് ഒതുങ്ങി നിൽക്കുമ്പോൾ അതൊരു ലിക്വിഡ് ഓബ്ജക്റ്റ് ആയിട്ട് മാറുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ കൂടുതൽ സ്പേസ് വേണം അതിനെ ഒക്കുപ്പൈ ചെയ്യാൻ വേണ്ടി. അതേസമയം ഫാറ്റ് ടിഷ്യൂ ആണ് കൊണ്ടുവരുന്നതെന്ന് കരുതുക. ഫാറ്റാണ് കൊണ്ടുവരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും വെള്ളത്തിനേക്കാൾ ഡെൻസിറ്റി കൂടുതലാണ് ഫാറ്റിനെന്ന്. അങ്ങനെയല്ല. ഫാറ്റിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അതിനകത്ത് കുറച്ച് എയർ ബബിൾ ഉണ്ടാവും, അല്ലേ? കണ്ടിട്ടില്ലേ? അതിനകത്ത് ഫ്രോത്തി ആയിട്ടായിരിക്കും ഫാറ്റ് നിൽക്കുന്നത്.
ഈ ഫ്രോത്തി ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇതിന് കൂടുതൽ സ്പേസ് വേണം. അപ്പോൾ ഫാറ്റാണ് ഇതിലേക്ക് ഒക്കുപ്പൈ ചെയ്യുന്നതുകൊണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ അപ്പർ ലെയറിലേക്ക് കയറി നിൽക്കും. ഇനി അതും കഴിഞ്ഞ് എയറാ കൊണ്ടുവരുന്നതെന്നുണ്ടെങ്കിൽ ഈ ചേമ്പറിനകത്ത് നമുക്കിട്ട് അടയ്ക്കാൻ പറ്റുമോ 10 ഗ്രാം എയർ? അത് അടച്ചാൽ പോലും എന്താ സംഭവിക്കുന്നത്? ആ ചേമ്പർ നിറഞ്ഞ് ഇങ്ങനെ നിൽക്കും, മുകളിലും താഴെയും എല്ലാമായിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പം ഡെൻസിറ്റി കുറയുന്നതനുസരിച്ച് അതിൻ്റെ ഒക്കുപ്പൻസി കൂടുന്നു എന്നുള്ളതാണ് അർത്ഥം. ഈ കൺസെപ്റ്റ് എല്ലാവർക്കും പിടികിട്ടിയോ? ഡെൻസിറ്റി കൂടുന്നു കുറയുന്നു എന്ന് പറഞ്ഞാൽ മീനിങ് എന്താണ്? ജനറലായിട്ട് പറഞ്ഞാൽ സോളിഡ് ഓബ്ജക്ട്സിന് ഡെൻസിറ്റി കൂടുതലാണ്, ലിക്വിഡ് ആകുമ്പോഴത്തേക്ക് ഡെൻസിറ്റി കുറച്ച് കുറയും, ദെൻ ഫാറ്റ് ആകുമ്പോഴത്തേക്ക് ഡെൻസിറ്റി വീണ്ടും കുറയും, എയർ ആകുമ്പോഴത്തേക്ക് ഡെൻസിറ്റി തീരെയില്ല. ഈ രീതിയിലെങ്കിലും ഓർക്കാൻ പറ്റുമോ? അങ്ങനെ ഓർക്കാൻ പറ്റുമെങ്കിൽ ഡെൻസിറ്റി ഏറ്റവും കൂടുതലുള്ള ബോൺ വൈറ്റ് ആയിട്ട് കാണും. ഡെൻസിറ്റി കുറച്ചുകൂടെ കുറവുള്ള വെള്ളത്തിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ആ വൈറ്റ് എന്ന് പറയുന്നത് ഒരു ഗ്രേ വൈറ്റിലേക്ക് വരും. ദെൻ അതിനേക്കാൾ ഡെൻസിറ്റി കുറവുള്ള ഫാറ്റ് ടിഷ്യൂസിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അത് ഗ്രേയിഷ് ആയിട്ട് വരും. ഗ്രേയിഷ് ഒരു ഡാർക്ക് കളറിലേക്ക് വരും. എയർ ആകുമ്പോഴത്തേക്ക് പൂർണ്ണമായിട്ടും ഡാർക്ക് കളറിലേക്ക് വരും, കാരണം ഡെൻസിറ്റി തീരെ കുറവാണ്. ഇതാണ് ഇതിൻ്റെ ഫൗണ്ടേഷൻ, ഫണ്ടമെൻ്റൽസ്. എല്ലാവർക്കും പിടികിട്ടിയോ? കിട്ടിയല്ലോ? പറഞ്ഞു. അപ്പം നമ്മുടെ ശരീരത്തിൽ ഒരു ചെസ്റ്റ് എക്സ്റേ എടുക്കുന്ന സമയത്ത് അവിടെ ബോണുണ്ട്. ആരാ ബോൺ? റിബ്സ്. അപ്പം റിബ്സ് എങ്ങനെയായിരിക്കും കാണപ്പെടുന്നതെന്ന് പറഞ്ഞേ? വൈറ്റ്. ദെൻ അവിടെ ന്യൂമോണിയ പോലുള്ള കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ഡാർക്കായിട്ടുള്ള അല്ലെങ്കിൽ ലൈറ്റായിട്ടുള്ള ഒരു വൈറ്റ് ഷെയ്ഡായിരിക്കും കിട്ടുന്നത്. ഇനി സോഫ്റ്റ് ടിഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ടിഷ്യൂവിൻ്റെ പ്രസൻസ് ആണ് കാണിക്കുന്നത്. സോഫ്റ്റ് ടിഷ്യൂസ് ഒരു ഗ്രേ കളറിലാണ് കാണപ്പെടുന്നത്. ഇനി ലങ്സ് മൊത്തം എയർ ആണ് നിറഞ്ഞു നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഇത്തരത്തിലുള്ള ഒരു ബ്ലാക്കിഷ് അപ്പിയറൻസിലായിരിക്കും കാണപ്പെടുന്നത്. ഇത്രയും കാര്യം പിടികിട്ടിയോ? നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയുമോ? നിങ്ങൾ പറഞ്ഞെങ്കിലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇത്രയും പേരുള്ളതിനകത്ത് ആരും മിണ്ടുന്നില്ല. ഓക്കെ, ആകെ നമ്മളൊരു 10-15 മിനിറ്റേ സംസാരിക്കത്തുള്ളൂ. അപ്പം നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാതിരിക്കുമ്പോൾ നമ്മളിങ്ങനെ സംസാരിച്ച് നമുക്ക് വളരെ കുറച്ച് ടോപ്പിക്ക് അന്നേരം എടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഒരു എക്സ്റേ കാണുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ പരിശോധിക്കണം? അതിനകത്ത് വരുന്ന കണ്ടന്റാണ്: എ, എയർവേ നോക്കണം. ബി, ബോൺസ്. ബോൺസ് മീൻസ് റിബ്സിനെ പരിശോധിക്കണം. എത്ര റിബ്സാണ് നമുക്കുള്ളത്? 12 പെയർ, 24 റിബ്സ്. ഏതെങ്കിലും ഒരു റിബ്സിൻ്റെ പൊസിഷനോ സ്ട്രക്ചറോ മാറി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം റിബ് ഫ്രാക്ചർ സംഭവിച്ചിരിക്കുന്നു, റിബ്സിന് ഡീവിയേഷൻ സംഭവിച്ചിരിക്കുന്നു, ചെസ്റ്റ് ഇഞ്ചുറി കൊണ്ട് അത്തരത്തിലൊരു ഇമ്പാക്റ്റ് സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു കാര്യം നമ്മൾ നോക്കേണ്ടത് കാർഡിയാക് ഷാഡോ ആണ്. അടുത്തതായിട്ട് നോക്കേണ്ടത് ഡയഫ്രം, ഡോം ഷേപ്ഡ് ആയിട്ടിരിക്കുന്ന ഡയഫ്രം ആണ്. അടുത്തത് നമ്മൾ നോക്കേണ്ടത് ഈ എഡ്ജസ് ഓഫ് ഹാർട്ട് വളരെ കൃത്യമായിട്ട് മാർക്ക് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. അടുത്തതായിട്ട് നോക്കേണ്ടത് ഫീൽഡ് ഓഫ് ലങ് ആണ്. എന്താണെന്നുള്ളത് പറയാം. ഇനി ഏതെങ്കിലും തരത്തിലുള്ള ഗ്യാസ്ട്രിക് ബബിൾസ് ഉണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കാം. ഹൈല ഓഫ് ലങ് പരിശോധിക്കാം. ഹൈല ഓഫ് ലങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രക്കിയ ഇങ്ങനെ വന്ന് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് ഹൈലാർ റീജിയൻ എന്നറിയപ്പെടുന്നത്. ഇത് സിമ്മട്രിക്കലായിട്ടാണോ ഡിവൈഡ് ചെയ്യുന്നതെന്ന് പരിശോധിക്കുന്നതാണ് ഹൈല നോക്കുന്നത് കൊണ്ടുള്ള ഗുണം. ഇനി ഓരോന്നും നോക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരാം. അടുത്ത പിക്ചറിൽ നമുക്ക് നോക്കാം. അപ്പോൾ എ എന്ന് വെച്ച് കഴിഞ്ഞാൽ എയർവേ ആണ്, ബി ബോൺസ് ആണ്, സി എന്ന് വെച്ചാൽ കാർഡിയാക് ഷാഡോ ആണ് നോക്കുന്നത്, ദെൻ ഡി ഡയഫ്രം, എഡ്ജസ് ഓഫ് ഹാർട്ട്, ഫീൽഡ് ഓഫ് ലങ്സ്, ദെൻ ഗ്യാസ്ട്രിക് ബബിൾ, ഹൈല ഓഫ് ലങ്. നമുക്ക് പിക്ചറിലേക്ക് വരാം. ഇവിടെ ഓൾമോസ്റ്റ് ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം, എ എന്ന് പറഞ്ഞു, എയർവേ കാണുന്നുണ്ടോ നിങ്ങൾ? കാണുന്നുണ്ട്. ദെൻ ബി, ബോൺസ് കാണുന്നുണ്ടോ? ഞാൻ ഈ മാർക്ക് ചെയ്യുന്ന ബോൺസ് കാണുന്നുണ്ടോ? ഏതെങ്കിലും ബോണിന്
ഒരു ഡീവിയേഷനോ ഡാമേജോ കാണുന്നുണ്ടോ? ഇല്ല. ദെൻ സി, കാർഡിയാക് ഷാഡോ. എന്തിനാണ് കാർഡിയാക് ഷാഡോ നോക്കുന്നത്? എന്തിനു വേണ്ടിയാണ് കാർഡിയാക് ഷാഡോ നോക്കുന്നത്? കാർഡിയോ മെഗാലി ഉണ്ടോ എന്നറിയാൻ വേണ്ടിയാ. എന്തുകൊണ്ടെന്നാ? കാർഡിയോ മെഗാലി. കാർഡിയോ മെഗാലി ഉണ്ടെങ്കിൽ എന്തായിരിക്കും കാരണം? ഒന്നുകിൽ പെരിക്കാർഡിയൽ എഫ്യൂഷൻ, അല്ലെന്നുണ്ടെങ്കിൽ കാർഡിയാക് ഫെയിലിയർ. എങ്ങനെ കണ്ടുപിടിക്കാം? വളരെ ഈസി. ഒരു എക്സ്റേ എടുക്കുക. ഇതാ ഒരു 30 സെൻറ്റിമീറ്റർ ലെങ്ത് ഉള്ള സ്കെയിൽ എടുക്കുക. എന്നിട്ട് ഇതാ ഇവിടുന്ന് ഇവിടെ വരെയുള്ള ലെങ്ത് നോക്കുക. നോക്കിയോ? നോക്കാൻ പറ്റുമോ? നോക്കി. അതിനുശേഷം ഈ ഹാർട്ടിൻ്റെ ഈ വെള്ള കളറിലുള്ള ഈ പോർഷൻ്റെ ലെങ്ത് നോക്കുക. ഞാനൊരു എക്സാമ്പിൾ പറയാം. സപ്പോസ് ഈ ലോവർ ബോർഡറിൻ്റെ ലെങ്ത് 20 സെൻറ്റിമീറ്റർ ആണെന്ന് കരുതുക. നോർമലായിട്ട് കാർഡിയാക് ഷാഡോ ഇതിൻ്റെ പകുതിയിൽ താഴെയായിരിക്കണം. എന്ന് പറഞ്ഞാൽ എത്ര താഴെയായിരിക്കണം? ലെസ് ദാൻ 10 സെൻറ്റിമീറ്റർ ആയിരിക്കണം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കോണം, ഈ കൺസെപ്റ്റുകൾ നിങ്ങൾ ഇനി എവിടെ പോയി പഠിച്ചാലും നിങ്ങൾക്ക് കിട്ടില്ല. വളരെ ഈസി ആയിട്ടുള്ള ടെക്നിക്കുകളാണ് പറഞ്ഞു തരുന്നത്. ലെസ് ദാൻ 10 സെൻറ്റിമീറ്ററിൽ താഴെയായിരിക്കണം. ഇനി സപ്പോസ് 20 സെൻറ്റിമീറ്റർ ലോവർ ബോർഡർ ഉള്ള ഒരു എക്സ്റേയിലെ കാർഡിയാക് ഷാഡോ 12 ആണ് എന്ന് കണ്ടാൽ അവിടെ ഡയഗ്നോസിസ് എന്താണെന്ന് മാത്രം അങ്ങ് പറഞ്ഞാൽ മതി. നോർമലി കാർഡിയാക് ഷാഡോ ഷുഡ് ബി ലെസ് ദാൻ ഹാഫ് ഓഫ് ലോവർ ലെങ്ത്. ഹിയർ കാർഡിയാക് ഷാഡോ മോർ ദാൻ, നമ്മൾ എടുത്ത എക്സാമ്പിൾ പ്രകാരം മോർ ദാൻ 10 സെൻറ്റിമീറ്റർ, 12 സെൻറ്റിമീറ്ററിലാണ് നിൽക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? കാർഡിയോമെഗാലി. കാർഡിയോമെഗാലി. എന്ത് സൂചന? ഒന്നുകിൽ പെരികാർഡിയൽ എഫ്യൂഷൻ ആവാം, അല്ലെന്നുണ്ടെങ്കിൽ കാർഡിയാക് ഫെയിലിയറിലേക്ക് പേഷ്യൻ്റ് പോവുകയാണ്. ഒരു സിമ്പിൾ എക്സ്റേ വെച്ച് നിങ്ങൾക്ക് ഇത്രയും ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റിയില്ലേ? ക്ലിയർ ആണോ? എക്സ്റേയിലെ അടുത്ത വലിയൊരു ബോൺ നമ്മൾ പരിശോധിക്കുന്നുണ്ട്, അതുകൂടി പറഞ്ഞില്ല. അത് ക്ലാവിക്കിളാണേ. നമ്മുടെ ശരീരത്തിലെ ബ്യൂട്ടി ബോൺ എന്നറിയപ്പെടുന്ന ക്ലാവിക്കിളാണ്. പ്രത്യേകിച്ച് പുരുഷന്മാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ നെഞ്ച് വിടർന്ന് നിൽക്കുന്നത് ഈ ക്ലാവിക്കിളിൻ്റെ പൊസിഷനിങ് കൊണ്ടാണ്. അതുകൊണ്ടാണ് അതിനെ ബ്യൂട്ടി ബോൺ എന്നുള്ള രീതിയിൽ പറയുന്നത്. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയുള്ള കാര്യം ABCI. ഇനി അടുത്ത കാര്യം എന്താണ് നമുക്ക് പറയാനുള്ളത്? ഡി എന്തായിരുന്നു? ഡയഫ്രം ആണ് ഇതാ ഈ ഡോം ഷേപ്ഡ് ആയിട്ട് നിൽക്കുന്നത്. കാണുന്നു? ഡയഫ്രം ഡോം ഷേപ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. ചില സമയത്ത് ഹൈപ്പർ ഇൻഫ്ലേറ്റഡ് ലങ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ വരും. ലങ്സ് ഇങ്ങനെ വീർത്ത് കെട്ടിയിരിക്കും. ആ സമയത്ത് ഈ ഡയഫ്രം നോക്കുമ്പോൾ ഉണ്ടല്ലോ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ആണ്, സ്ട്രെയിറ്റ് ലൈൻ വരച്ച കൂട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? ലങ്സ് മൊത്തം വികസിച്ചിരിക്കുകയാണ്. സാധാരണയായിട്ട് ബ്രോങ്കൈറ്റിസ് ഇല്ലേ, ബ്രോങ്കൈറ്റിസ് സംഭവിക്കുമ്പോൾ മാക്സിമം എയറിനെ ഹോൾഡ് ചെയ്ത് വെക്കാൻ വേണ്ടി, കാരണം അവർക്ക് ഒബ്സ്ട്രക്ഷനാണ്, ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് ലങ് ഡിസീസ് COPD. ആ സമയത്ത് മാക്സിമം എയറിനെ ഹോൾഡ് ചെയ്ത് വെക്കാൻ വേണ്ടി എന്ത് ചെയ്യും? ലങ്സ് കുറച്ചുകൂടെ താഴോട്ട് വികസിച്ച് നിൽക്കും. അങ്ങനെ താഴോട്ട് വികസിച്ച് നിൽക്കുമ്പോൾ ഡയഫ്രം ഫ്ലാറ്റായിട്ട് നിൽക്കും. അപ്പോൾ ഈ ഡയഫ്രം ഫ്ലാറ്റായിട്ട് കണ്ടു കഴിഞ്ഞാൽ അവിടെ ഒരു സംശയം. എന്ത് സംശയം? COPD, ബ്രോങ്കൈറ്റിസ്. പിടികിട്ടുന്നുണ്ടോ? ബ്രോങ്കൈറ്റിസ്. അപ്പം നമ്മൾ D വരെയുള്ള കാര്യങ്ങൾ പഠിച്ചല്ലോ. ഇനി അടുത്തത് എന്താണ്? ഇ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? എഡ്ജസ് ഓഫ് ഹാർട്ട്. ഇവിടെ വളരെ കൃത്യമായിട്ടും ഹാർട്ടിൻ്റെ എഡ്ജ് മാർക്ക് ചെയ്തേക്കുന്നുണ്ടോ? മാർക്ക് ചെയ്തേക്കുന്നുണ്ടോ? മാർക്ക് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം കാർഡിയോമെഗാലി ഉണ്ട്, എഡ്ജ് മാർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഡയഗ്നോസിസ് അവിടെ അങ്ങ് എഴുതിക്കോളുക. PE, പെരികാർഡിയൽ എഫ്യൂഷൻ.
കിട്ടുന്നു, ഓരോന്നും കിട്ടുന്നുണ്ടോ? പെരിക്കാർഡിയൽ എഫ്യൂഷൻ. അപ്പോൾ ഈ പ്രശ്നങ്ങളൊന്നുമില്ല, ഇവിടെ പെരിക്കാർഡിയൽ എഫ്യൂഷൻ ഇല്ല, കാരണം വളരെ കൃത്യമായിട്ട് മാർക്ക് ചെയ്തു. ഇനി അടുത്തത് ഫീൽഡ് ഓഫ് ലങ്ങിലേക്ക് പോവാം. ഫീൽഡ് ഓഫ് ലങ്ങിലേക്ക് പോകുന്നത് നമുക്കറിയാം, റൈറ്റ് സൈഡിൽ 3 ഫീൽഡുകളുണ്ട്, 3 ലോബുകളുണ്ട്. അപ്പർ ലോബ്, മിഡിൽ ലോബ്, ലോവർ ലോബ്. നമ്മൾ നോക്കുന്ന ആ എയർ ഷാഡോ ഉണ്ടല്ലോ, ഒരേപോലെ നിൽക്കണം. എയർ ആണ് ഈ ബ്ലാക്ക് ആയിട്ട് കാണപ്പെടുന്നത്, നമ്മൾ നേരത്തെ പഠിച്ചതാണേ. വൈറ്റ് ആയിട്ട് കാണപ്പെടുന്ന ബോണാണ്. എയർ ഒരേപോലെ ആയിരിക്കണം ഓരോ റിബിൻ്റെ ഇടയിലും നമുക്ക് ഫീൽ ചെയ്യേണ്ടത്. എന്തെങ്കിലും കുറവ്, ഏതെങ്കിലും ഭാഗത്ത് കൂടുതലായിട്ട് വൈറ്റിഷ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവിടെ ഫ്ലൂയിഡ് കളക്ഷൻ ഉണ്ട്, കൺസോൾട്ടേഷൻ ഉണ്ട്, ന്യൂമോണിയയുടെ സൈനാണ് കാണിക്കുന്നത്. അതിനു വേണ്ടിയാണ് ഈ ഫീൽഡ് നോക്കണം, ഇപ്പുറത്തെ 2 ഫീൽഡ് അപ്പർ ലോബും ലോവർ ലോബും നോക്കണം. എവിടെങ്കിലും വൈറ്റിഷ് അപ്പിയറൻസ് കൂടി വരുന്നുണ്ടെങ്കിൽ അത് ന്യൂമോണിയയായിട്ട് ബന്ധപ്പെട്ട. അപ്പോൾ ഫീൽഡ് ഓഫ് ലങ് നോക്കുന്നതിൻ്റെ സിഗ്നിഫിക്കൻസ് മനസ്സിലായോ? ഇനി അടുത്ത ഒരു കേസ്, ഇവിടെ നമ്മളൊരു എയർവേ നോക്കിയില്ലേ? എയർവേ താഴേക്ക് വരുന്നു. താഴേക്ക് വന്ന ഈ ഒരു പോയിന്റിലാണ് ഇത് 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. ഈ ഡിവൈഡ് ചെയ്യുന്ന പോയിന്റിനെ ഹാർട്ടിന് തൊട്ട് മുകളിൽ വെച്ച് നമ്മൾ പറയുന്ന പേരാണ് ഹൈലാർ റീജിയൻ. ഞാൻ ദാ വരച്ചു. എല്ലാവരും ഹൈലാർ റീജിയൻ കണ്ട് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാണ്. ഹൈലാർ റീജിയൻ ദാ ഈ ഒരു പോയിന്റിൽ ഒരു വൈറ്റ് ഷാഡോ, വേറെ എങ്ങുമില്ല. ആശാൻ ആരാന്നറിയോ? ഗോൺ ഫോക്കെ. ആരാ ഗോൺ ഫോക്കെ എന്ന് കേട്ടിട്ടുണ്ടോ? ആരുണ്ടാക്കുന്ന കോളനിയാണെന്നറിയാമോ? മൈക്കോബാക്ടീരിയൻ ട്യൂബർക്കുലേ, TB. ഈ വൈറ്റിഷ് അപ്പിയറൻസ് വരുന്നത് ഹൈലാർ റീജിയൻ ആണെന്നുണ്ടെങ്കിൽ സസ്പെക്റ്റഡ് TB. ന്യൂമോണിയയും TBയും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പർ ലീഷനാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ അവിടെ TB സസ്പെക്റ്റ് ചെയ്യണം. ലോവർ മിക്കവാറും സംഭവിക്കുന്നത് ന്യൂമോണിയയിലാണ്. കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ എന്തൊക്കെ ABCDക്കകത്ത് പഠിച്ചു? A പഠിച്ചു, B പഠിച്ചു, C പഠിച്ചു, D പഠിച്ചു. ഈ എഡ്ജസ് ഓഫ് ഹാർട്ട്, F എന്ന് പറഞ്ഞ ഫീൽഡ് ഓഫ് ലങ്, H ഹൈലാർ റീജിയൻ. ഇനി എയർവേക്ക് ഒരു ഇമ്പോർട്ടൻസ് കൂടിയുണ്ട്. എയർവേയുടെ ദാ അപ്പുറവും ഇപ്പുറവും നോക്കുക. അപ്പുറവും ഇപ്പുറവും നോക്കുമ്പോൾ സിമ്മട്രിക്കൽ ആയിരിക്കണം. പകരം ഒരു ഭാഗത്തേക്ക് ഇങ്ങോട്ട് തള്ളി നിൽക്കുകയാണെന്ന് കരുതുക. ഡീവിയേറ്റഡ് ടു എയർവേ, ഡീവിയേറ്റഡ് ടു റൈറ്റ്. എയർവേ റൈറ്റ് സൈഡിലേക്ക് തള്ളി നിൽക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്തെ ഭാഗത്ത് നിന്ന് ഒരു പ്രഷറാണ് ഈ തള്ളല് തരുന്നത്. അതിൻ്റെ അർത്ഥം ലെഫ്റ്റ് സൈഡിൽ പ്ലൂറൽ എഫ്യൂഷനുണ്ട്, പ്ലൂറൽ കളക്ഷനുണ്ട്. ആ പ്രഷറാണ് റൈറ്റ് സൈഡിലേക്ക് എയർവേ തള്ളിപ്പിടിക്കുന്നത്. കാര്യം പിടികിട്ടിയോ? കാര്യം പിടികിട്ടിയോ? അപ്പൊ റൈറ്റ് സൈഡിലേക്ക് ഡീവിയേഷൻ ഉണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിലാണ് പ്ലൂറൽ എഫ്യൂഷൻ എന്ന് ഓർത്തോണം. പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കും, ഇമേജ് ബേസ്ഡ് ആയിരിക്കും ക്വസ്റ്റ്യൻ, ആൻസർ തെറ്റിക്കും. നോട്ട് സെറ്റിന് ചോദിച്ചിട്ടുണ്ട്, തെറ്റിച്ചിട്ടുണ്ട് ആൾക്കാർ. അപ്പം ഇത്രയും ഒരു കാര്യങ്ങളിൽ നിന്ന് ഒരു എക്സ്റേ പറ്റി ബേസിക് ആയിട്ടുള്ള ഒരു നോളജ് നിങ്ങൾക്ക് കിട്ടിയോ? അപ്പോൾ അടുത്തയിലേക്ക് നമുക്കൊന്ന് പോകാം. ഇതൊരു ടെൻഷൻ ന്യൂമോതൊറാക്സ് ആണ്. ഗ്യാസ്ട്രിക് ബബിൾ പറഞ്ഞല്ലോ. ഗ്യാസ്ട്രിക് ബബിൾ ഞാൻ കാണിച്ചു തരാം. ഇതിനകത്ത് ഇമേജ് ഉണ്ടോ എന്നൊന്ന് നോക്കണം.
അല്ലെ പിന്നെ ഇതിനകത്ത് തന്നെ കാണിച്ചു തരാം. ദ ഗ്യാസ്ട്രിക് ബബിൾ എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. ഇവിടെ ഒരു എയർ ഷാഡോ കാണും, ഇത്തരത്തിലൊരു റൗണ്ട് ഷെയ്ഡ്. എന്നിട്ട് ഇതിനകത്ത് ഒരു ഡാർക്ക്നെസ് ഫീൽ ചെയ്യും. ഇതിൻ്റെ അർത്ഥം ഗ്യാസ്ട്രൈറ്റിസാണ്. എക്സ്റേ ആണ് എടുത്തത്. ആ വ്യക്തിക്ക് ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടോ എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ പറ്റി. ഇത്തരത്തിലുള്ള ഗ്യാസ് ഷാഡോ ഡയഫ്രത്തിൻ്റെ ആ റീജിയനിൽ കാണപ്പെടുന്നുണ്ടോ എന്നുള്ള കാര്യമാണ് ഗ്യാസ്ട്രൈറ്റിസ് ഉള്ള അല്ലെങ്കിൽ അത്തരത്തിൽ സസ്പെക്ട് ചെയ്യുന്ന പേഷ്യൻറ്റിനെ സംബന്ധിച്ച് ഒബ്സർവ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? ഇത് റൈറ്റ് സൈഡിൽ മാത്രമാണ് വരുള്ളൂ അതോ ലെഫ്റ്റ് സൈഡിൽ വരുമോ? ഇപ്പം ഞാൻ കാണിച്ച എവിടെയാ? ഇത് റൈറ്റ് സൈഡ് ആണോ ലെഫ്റ്റ്? റൈറ്റ്. ഓ, ഇത് നിങ്ങളൊരു ഫോട്ടോ കാണുന്നതായിട്ടൊന്ന് ചിന്തിച്ചു, എന്നിട്ട് റൈറ്റും ലെഫ്റ്റും ഏതാണെന്ന് പറഞ്ഞേ. ഇപ്പൊ കാട്ടിയത് ലെഫ്റ്റ് ആണ്. ഇപ്പൊ കാണിച്ച ലെഫ്റ്റ് അല്ലേ? ഇനി അടുത്ത ഒരു കാര്യം പറയൂ. എവിടെയാണ് സ്റ്റൊമക്ക് ഇരിക്കുന്നത്? പറ. റൈറ്റ് സൈഡിലാണോ ലെഫ്റ്റ് സൈഡിലാണോ? എവിടെയാണ് ലിവർ ഇരിക്കുന്നത്? ലെഫ്റ്റ് സൈഡ്. ലിവർ റൈറ്റ് സൈഡിൽ. ലിവർ റൈറ്റ് സൈഡിൽ, ലെഫ്റ്റ് സൈഡിലാണ് ആരിയിരിക്കുന്നത്? സ്റ്റൊമക്ക് ഇരിക്കുന്നത്. അപ്പോ ഗ്യാസ്ട്രിക് ഷാഡോ വരാൻ സാധ്യതയുള്ളത് എവിടാ? ലെഫ്റ്റ് സൈഡിൽ. റൈറ്റ് സൈഡ് വരാൻ സാധ്യതയുണ്ടോ? ഇല്ല. പിടികിട്ടിയോ? കാര്യം ക്രിസ്റ്റൽ ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇവിടെ വെച്ച് തന്നെ കറക്റ്റ് ചെയ്ത് പോവുക. ഇനി കുറച്ച് ഞാൻ ഇമേജ് കാണിക്കാം. ഇതൊരു ടെൻഷൻ ന്യൂമോത്തറാക്സ് ആണ്. എന്താ അർത്ഥം? ഇവിടേക്ക് നോക്കുന്ന സമയത്ത് ഒരു ഡീവിയേഷൻ നിൽക്കുകയാണ്, ഒരു ഷിഫ്റ്റ് നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു ഷിഫ്റ്റ് വരുന്നുണ്ടെങ്കിൽ അപ്പുറത്തെ സൈഡിൽ എന്തോ കളക്ഷൻ ഉണ്ട്, അത് പ്രഷർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെന്ന് അർത്ഥം. മനസ്സിലായോ? കാര്യം പിടികിട്ടിയോ? ആ ഷിഫ്റ്റ് നടക്കുന്നത് റൈറ്റ് സൈഡിലേക്കാണെങ്കിൽ ആ ടെൻഷൻ ഫോം ചെയ്യുന്നത് ലെഫ്റ്റ് സൈഡിലായിരിക്കും എന്ന് ഊഹിച്ചോണം. അതാണ് ഞാൻ കൃത്യമായിട്ടും പറഞ്ഞത്. ഇമേജ് ഇട്ട് തന്നതിന് ശേഷം എന്ത് ചോദിക്കും? ക്വസ്റ്റ്യൻ ചോദിക്കും. റൈറ്റ് അപ്പർ ലോബാർ ന്യൂമോണിയ കാണുന്നത്. എന്തായി കാണുന്നത്? ഇതാണോ നമ്മൾ പഠിച്ചത്? ഇത്ര ഏരിയയിൽ വൈറ്റ്, ഏകദേശം ലൈറ്റ് വൈറ്റ് ആയിട്ടാണ് കാണുന്നത്. എന്താണ് ലൈറ്റ് വൈറ്റ് ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം? വെള്ളം കെട്ടിക്കിടന്ന് സെമി സോളിഡ് സ്റ്റേജിലേക്ക് വന്നിരിക്കുക. അതാണ് ഈ വെള്ള കളറിൽ കാണപ്പെടുന്നത്. ന്യൂമോണിയയാണ്. ഓക്കെ. ഇതാണ് വാട്ടർ ബോട്ടിൽ ഷേപ്ഡ് ഹാർട്ട് എന്ന് പറയുന്നത്. നമ്മുടെ പഴയ കൂജ പോലൊക്കെ തോന്നുന്നുണ്ടോ? വെള്ളം കുടിക്കുന്ന കൂജയില്ലേ, കൂജയുടെ ഒരു അപ്പിയറൻസ് ഉണ്ടോ? ഇത് കണ്ടുവരുന്നത് പെരികാർഡിയൽ എഫ്യൂഷനിലാണ്. മറക്കരുത്. ഈ കാണിച്ചു തരുന്നതൊക്കെ അതേപോലെ തന്നെ നമുക്ക് എക്സ്റേക്കകത്ത് കാണാൻ പറ്റും. ശരി. ഇതെന്തിൻ്റെ പ്രത്യേകതയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത്തരത്തിലൊരു എക്സ്റേ കണ്ടാൽ ശ്രദ്ധിച്ചോണം. ഹാർട്ട് കണ്ടോ? വെർട്ടിക്കലായിട്ടാണ് നിൽക്കുന്നത്. തോന്നുന്നുണ്ടോ? വെർട്ടിക്കൽ ഹാർട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ അത് സൂചിപ്പിക്കുന്ന എംഫിസിമയാണ്. എന്താണ്? എംഫിസിമ. സിഒപിഡിക്കകത്ത് 2 കണ്ടീഷൻ, ക്രോണിക് ബ്രോങ്കൈറ്റിസും എംഫിസിമയും. ക്രോണിക് ബ്രോങ്കൈറ്റിസ് ആണെങ്കിൽ ഡയഫ്രം ഫ്ലാറ്റ് ആണ്, എംഫിസിമയാണെങ്കിൽ വെർട്ടിക്കൽ ഹാർട്ടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എംഫിസിമ അറിയാമല്ലോ, ഈ എയർ സാക്ക് എല്ലാം കൂടെ എന്ത് സംഭവിക്കും? ഈ വോള് ബ്രേക്ക് ആയതിനു ശേഷം അങ്ങ് വീർക്കും. വീർക്കുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒറ്റ ചേമ്പറായിട്ട് വീർത്ത് നിൽക്കുക. വീർക്കുമ്പോഴത്തേക്ക് ഹാർട്ടിനെ തള്ളും. ഹാർട്ടിന് നിൽക്കാൻ സ്പേസ് ഇല്ല. എയർവേസ് എയർ വന്ന് നിറയുന്ന സമയത്ത് ഹാർട്ടിനെ തള്ളും. തള്ളുമ്പോഴത്തേക്കും ഹാർട്ട് മാക്സിമം നാരോ ചെയ്ത് ഇങ്ങനെ വെർട്ടിക്കൽ ഷേപ്പിൽ നിൽക്കും. ഇത്തരത്തിലൊരു ഷേപ്പ് കണ്ടു കഴിഞ്ഞാൽ സൂചന കിട്ടണം, ദാറ്റ് ഈസ് എംഫിസിമ. ഇതാണ് നമ്മുടെ ഹാർട്ട് ഫെയിലുവറിനെ പറ്റി നമ്മൾ പറഞ്ഞില്ലേ. ഇവിടെ നമുക്ക് ലോവർ ബോർഡറിൻ്റെ ലെങ്ത് നോക്കാം. ദെൻ
കാർഡിയാക് ഷാഡോ ദാ ഇവിടുന്ന് ഇവിടെ വരെയാണ് വരുന്നത്. ഈ 2 ലൈനുകൾ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ പകുതിയിൽ താഴെ അല്ലാന്ന്. മനസ്സിലാവുന്നുണ്ടോ? ലോവർ ബോർഡറിൽ വരച്ചിരിക്കുന്ന ലൈനും അതിൻ്റെ തൊട്ട് മുകളിൽ വരച്ചിരിക്കുന്ന ലൈനും തമ്മിലൊന്ന് കമ്പയർ ചെയ്യുക. പകുതിയിൽ താഴെയാണെന്നാണോ തോന്നുന്നത് നിങ്ങൾക്ക്? സപ്പോസ് ഇത് 20 സെൻറ്റിമീറ്റർ ആണെങ്കിൽ മറ്റേത് ഏകദേശം 13 സെൻറ്റിമീറ്ററോളം കാണും. അതിൻ്റെ അർത്ഥം കാർഡിയോമെഗാലിയാണ്, ഡയഗ്നോസിസ് ഹാർട്ട് ഫെയില്യുവർ ആണ്. ക്ലിയർ ആണോ? ഇപ്പം തൽക്കാലം ഞാൻ ഇത്രയും നിർത്തിയില്ലെങ്കിൽ നിങ്ങളെല്ലാം പോകുമെന്ന് എനിക്കറിയാം. അപ്പം ഇതേപോലെ ഒരുപാട് കണ്ടീഷൻ അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. ബാക്കി നമുക്ക് വഴിയെ പറയാം. കുറേ കാര്യങ്ങൾ മനസ്സിലായോ? മനസ്സിലായി സാർ. മനസ്സിലായി. ഓക്കെ. അപ്പോൾ കുറേ കാലമായിട്ട് 3-4 ദിവസമായിട്ട് നമുക്ക് ക്ലാസ് എടുക്കാൻ പറ്റുന്നില്ല, മറ്റു കുറച്ച് തിരക്കുകളായതുകൊണ്ടാണ്. അപ്പോൾ അത്യാവശ്യം ഇത്തരത്തിൽ കിട്ടുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഇത്തരത്തിലുള്ള പ്രാക്ടിക്കൽ നോളജ് നമ്മൾ ഈ ഒരു ഫീൽഡ് വിടാൻ ഉദ്ദേശമൊന്നുമില്ല എങ്കിൽ ഇത് ജീവിതത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താൻ പറ്റും. ഇപ്പം നമുക്കൊരു എക്സ്റേ കാണുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് ഒന്ന് നോക്കാൻ തോന്നും. പിടിയില്ലേ? ഞാൻ ഈ എക്സ്റേയുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്റേയോ അല്ലെങ്കിൽ ഏത് ഇമേജ് നിങ്ങളുടെ കൈ കിട്ടിക്കഴിഞ്ഞാലും ആദ്യം റൈറ്റ് എവിടെയാണ് ലെഫ്റ്റ് എവിടെയാണെന്നൊന്ന് തിരിച്ചറിഞ്ഞോണേ. ചിലപ്പോൾ റൈറ്റ് 6 തന്നെ ഇട്ടേപ്പം ഉണ്ടാവും, ഇങ്ങനെ 6 തന്നെ ഇട്ടേപ്പം കാണും. ചിലപ്പോൾ അവിടെ ഈ ഡെസ്ട്രോ എന്നുള്ള പേരിലാണ് ഡി കൊടുത്തേക്കുന്നത്, സിനിസ്ട്രോ എന്നുള്ള പേരിലാണ് SIN കൊടുത്തേക്കുന്നത്. അങ്ങനെ കണ്ടാലും നിങ്ങൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. DX എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് റൈറ്റ് സൈഡിനെയും സിനിസ്ട്രോ എന്നല്ലെങ്കിൽ SIN എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് ലെഫ്റ്റ് സൈഡിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നൊന്ന് ഓർത്ത് വെച്ചേക്കണം. ഓക്കെ. അപ്പോൾ നിങ്ങൾ ക്ലാസ് കേട്ടതിന് ശേഷം കൃത്യമായിട്ടും ഫീഡ്ബാക്ക് ഗ്രൂപ്പിലിടണം. നിങ്ങളുടെ ഫീഡ്ബാക്കാണ് നമുക്ക് വീണ്ടും വീണ്ടും ക്ലാസ് എടുക്കാനുള്ള എനർജി എന്ന് പറയുന്നത്. ഓക്കെ. താങ്ക് യു സോ മച്ച്. ഓക്കെ. താങ്ക് യു സർ. താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു. താങ്ക് യു സർ. സാർ ഇത് കഴിഞ്ഞിട്ടുള്ള ഒരു ഫോട്ടോ കാണിച്ചില്ല, അതിൽ ഹാർട്ടിന്റെ കാര്യം കാണിക്കാമോ? ഏറ്റവും ലാസ്റ്റത്തെ ഇല്ലേ, അത് ഇവിടാണ് ഇത് കഴിഞ്ഞിട്ടുള്ളത് ജസ്റ്റ് വെർട്ടിക്കൽ ഹാർട്ട്. അതിലൊരു ഡീവിയേഷൻ കാണിച്ച ഫോട്ടോ. ഇതാ ഇതില് ഹാർട്ടിന്റെ ഷാഡോ ആണോ? ആ ഹാർട്ടിന്റെ ഷാഡോ നോക്കുക. നമുക്ക് സംശയം ഉണ്ടെങ്കിൽ അപ്പോഴേ വരച്ചു നോക്കുക. ഇത്രയാണ് ഹാർട്ടിന്റെ ഷാഡോ വരുന്നത്. അളന്ന് നോക്കിക്കൂ. കുറവാണെങ്കിൽ ഓക്കെ, കുറവല്ലെങ്കിൽ അവിടെ ചെറിയ മൈൽഡ് കാർഡിയോമെഗാലി ഉണ്ടെന്ന് അർത്ഥം. മനസ്സിലായല്ലേ? ഓക്കെ സർ. അത് അളന്ന് നോക്കുക എന്നുള്ളതേ ഉള്ളൂ. ശരി. താങ്ക് യു സർ. സർ എക്സ്ക്യൂസ് മീ സർ. പറഞ്ഞോളൂ. സർ പിന്നെ ഈ വെർട്ടിക്കൽ ഹാർട്ട് അപ്പിയറൻസ് പറയാൻ നേരം അത് എംഫിസീമേൻ ഇൻഡിക്കേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞില്ല. അത് കഴിഞ്ഞിട്ട് സർ വേറെ ഒരു പോയിന്റ് പറഞ്ഞില്ലായിരുന്നു, ഡയഫ്രം ഫ്ലാറ്റ് ആണെങ്കിൽ അതെന്തിനാ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? അതൊന്ന് പറയാമോ? ബ്രോങ്കൈറ്റിസ്. ഡയഫ്രം എന്താ ഇങ്ങനെ ഇരിക്കേണ്ട? ഡയഫ്രം ഉണ്ടോ? ഇങ്ങനല്ലേ ഡയഫ്രം ഇരിക്കണ്ടേ? ഞാൻ ഇരിക്കും. കാര്യം എന്താണ്? ലങ്സ് മൊത്തം എയർ, ഡെഡ് സ്പേസിൽ എയർ ട്രാപ്പ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പൊ ലങ്സ് ബലൂൺ വീർക്കുന്ന കൂട്ട് വീർത്തിരിക്കുകയാണ്. അപ്പോൾ ഡയഫ്രം കൂടെ കുറച്ചൊന്ന് ഒതുങ്ങി കൊടുക്കും, മാക്സിമം ഒന്ന് മാക്സിമം ഹോൾഡ് ചെയ്യാൻ വേണ്ടി. മനസ്സിലായല്ലേ? ഓക്കെ സർ. ഓക്കെ. താങ്ക് യു സർ. താങ്ക് യു.